ഓർക്കാൻ എന്തെളുപ്പം! എളുപ്പത്തിൽ പഠിക്കാൻ ചില വഴികൾ. ആർ യു റെഡി ടു സ്റ്റഡി? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മൈൻഡും അതിനനുസരിച്ച് സെറ്റായിരിക്കണം. ഫസ്റ്റ് നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം. എത്ര പോർഷൻസ് പഠിച്ച് തീർക്കണം എന്നുള്ളത്. ആ എയിം ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ബാക്കിയെല്ലാം സ്ലോട്ടിൽ തനിയെ വീണോളും. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും പഠിച്ചൊന്നും തീരില്ല, കുറേ പോർഷൻസ് പഠിക്കാൻ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോഴും ആലോചിക്കുക, ദർ ഇസ് എ ലൈറ്റ് ദാറ്റ് നെവർ ഗോസ് ഔട്ട്. എല്ലാ സ്ഥലത്തും പ്രതീക്ഷയുടെ ഒരു ചെറിയ വെട്ടമെങ്കിലും ഉണ്ടാവും. സോ മേക്ക് എ ഡിസിപ്ലിൻഡ് സ്റ്റഡി റുട്ടീൻ. വർക്കിംഗ് ഹാർഡ്, നമ്മൾ കുറേ വർക്ക് ഹാർഡ് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ലാത്ത ഏറ്റവും നല്ലതല്ലേ വർക്കിംഗ് സ്മാർട്ട് എന്നുള്ളത്. സ്മാർട്ട് വർക്കിങ്ങിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടും നമ്മൾ ടയർഡായി, പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ എനർജിയും പോയിരിക്കും ഹാർഡ് വർക്കിങ്ങിൻ്റെ പല സ്ഥലത്തും. പക്ഷെ സ്മാർട്ട് വർക്കിംഗ് അങ്ങനെയല്ല. നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആവുന്നു, നമ്മളൊരു എയിം വയ്ക്കുന്നു, ആ എയിമിനുള്ളിൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാ വർക്കുകളും ചെയ്തു തീർക്കുന്നു. അപ്പം ആ എയിം എന്ന് പറയുന്നത് ടൈം സ്ലോട്ട് ആവാം, ഡേയ്സ് ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പീറ്റഡ് ലേണിങ്ങിനുള്ള സമയം കിട്ടുന്നു. പിന്നെ ഈ സ്മാർട്ട് വർക്കിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ടഫായെന്ന് തോന്നും. ഇഫ് യു ആർ പ്രാക്ടീസിങ് ദ സെയിം തിങ്, അത് നമുക്കൊരു മെമ്മറി ബൂസ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് എ എയിം. നമുക്കൊരു എയിം ഉണ്ടാവണം, നമുക്കൊരു ഗോൾ ഉണ്ടാവണം. ഇന്ന സിലബസ് ഇത്രയും പഠിച്ച് തീരും എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അറിയണം. രണ്ടാമത്തെ കാര്യം നമ്മൾ റിപ്പീറ്റഡ് ലേണിംഗ് എന്നുള്ളതാണ്. ഇനി വേറൊരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ പലതും നമ്മൾ മറന്നു പോകുന്നില്ല അല്ലേ? സിനിമയിലത്തെ ഗാനരംഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് ആവട്ടെ, കോമഡി സീൻസ് ആവട്ടെ. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മൾ എത്ര സ്മാർട്ട് വർക്ക് ചെയ്തിട്ടും ഒന്നും അങ്ങനെ തലയിൽ കയറുന്നില്ല. അല്ലെങ്കിൽ പഠിച്ചത് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എല്ലാം മറന്നു പോകുന്നു, നമ്മൾ പാനിക് ആവുന്നു. പക്ഷെ സിനിമയിലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, പലതും ആ സിനിമയിൽ കാണുന്നതെല്ലാം വിഷ്വലി നമ്മളെ കൂടുതലായിട്ട് ആ പഠിത്തത്തിലേക്ക് ആ ഒരു സിനിമേനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ഈ പാഠത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിൽ കുറേ ഇവൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഇവൻറ്റ്സ് എല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കാം ഉണ്ടായത്, ഒരു സിനിമ പോലെ കാണാം. ആ ഒരു റിപ്പീറ്റഡ് ലേണിങ്ങിനേറ്റവും മുൻപ് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് മൂന്നാമത്തെ ഒരു കാര്യം, ഈസിയായി പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കുന്നതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമുക്ക് ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ലേ? അങ്ങനെ തോന്നുമ്പോൾ ജംപ് ടു അനദർ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ അതേ അതേ സബ്ജക്റ്റിൽ തന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. സോ ഫിനിഷ് ഇറ്റ് ഫാസ്റ്റ്. ആ ചാപ്റ്റേഴ്സ് വേഗം പഠിച്ചു തീർക്കുക. അപ്പോൾ പഠിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ? അപ്പോൾ പിന്നെയുള്ളത്, ചില കുട്ടികളൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ബോൾഡ് ലെറ്റേഴ്സ് ആക്കിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചുമരുമ്മലൊക്കെ ഒട്ടിച്ച് വെക്കും, അല്ലെങ്കിൽ അവർക്ക് കാണുന്ന സ്ഥലത്ത്. അത് വിഷ്വലൈസേഷൻ്റെ വേറൊരു ടെക്നിക്കാണ്. നമ്മൾ എവിടേക്കാണോ നമ്മളുടെ കണ്ണ് പോകുന്നത് ആ സ്ഥലത്ത് തിയറംസോ ഡെഫിനിഷൻസോ ഒക്കെ ഒട്ടിച്ച് വെച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ചാർട്ട് പോലെ എഴുതി പ്രിപ്പയർ ചെയ്ത് കാണാം, സമ്മറൈസ് ചെയ്ത് കാണാം. വലിയ വലിയ ടെക്സ്റ്റുകളൊക്കെ പഠിക്കാനുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് എഴുതി വയ്ക്കാം. ചെറിയ സമ്മറി 2-3 ലൈൻസിൽ, അല്ലെങ്കിൽ കീവേഡ്സ് എഴുതി വയ്ക്കുക. അതുപോലെ നമ്മൾ പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആ ഹോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിച്ച് തീരില്ല. അപ്പം നമ്മളുടെ കയ്യിലുള്ള കീ നോട്ട്സ്, ലെക്ചർ നോട്ട്സ്, ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ കുറേ പഠിക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആയി തോന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് റിലാക്സേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുക. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ടയർഡാണ്. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് റിലാക്സേഷൻ മെത്തേഡ്സ് നമ്മൾ എന്തായാലും ഉപയോഗിക്കണം. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് സ്ട്രെച്ചിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡേഴ്സൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ഒന്ന് 2 പ്രാവശ്യം ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ റിലാക്സേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ്ഡ് ആവും. നമ്മുടെ പഠിത്തത്തിനുള്ള ഒരു എനർജി മോർ നമുക്ക് കിട്ടും. പിന്നെ
നമ്മുടെ കൈ ഒന്ന് ഉയർത്തി സ്കൈ ഒന്ന് ആകാശം ഒന്ന് തൊടുന്ന പോലെ ഒന്ന് ടച്ച് ചെയ്യണ പോലെ ഒന്ന് റിലാക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടയർഡ് ആവണം, നമുക്ക് പഠിച്ചിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് മോഡിലിരിക്കുകയാണെങ്കിൽ ടച്ച് യുവർ ടോസ്, വെറുതെ കാലിൻ്റെ തള്ളവിരലൊന്ന് തൊടുക. അതുപോലെ റോൾ യുവർ ഷോൾഡേഴ്സ്. പിന്നെ ഷേക്ക് ഔട്ട് യുവർ ഹാൻഡ്സ്, ജസ്റ്റ് ഹാൻഡ്സ് വെറുതെ ഷേക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ താടി വെറുതെ ഓപ്പൺ ആൻഡ് ക്ലോസ് യുവർ ജോസ്. നമ്മുടെ വെറുതെ ഒരു റിലാക്സേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാം. അത് നമ്മൾക്ക് കുറച്ചും കൂടിയും എനർജി ബൂസ്റ്ററാണ്. പിന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഒരു നമ്മൾ 4 തവണ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, അങ്ങനെ. എന്നിട്ട് പിന്നെ നമ്മൾ സ്വയം നമ്മളുടെ പ്രസൻറ്റ് സ്റ്റേറ്റിലാണ് നമ്മൾ പറയാം, ഐ എം ഹിയർ, ഐ എം ലേണിംഗ്, ഐ എം ഹിയർ, ഐ എം ലേണിംഗ്. നമ്മുടെ ഒരു ചിലപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് പാസ്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോവാം, എക്സാം ടൈമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കാം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലാണെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം. പിന്നെ മൂവ്മെൻറ്റ് പ്രധാനമാണ്. എപ്പോഴും കുറേ നേരം ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ബോറിംഗ് ആയിരിക്കും അല്ലേ. അപ്പം ഒന്ന് മൂവ് ചെയ്യാം, ആ റൂമിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തൊരു റിലാക്സേഷൻ കിട്ടും. ഇതൊക്കെ എക്സാം ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകളാണ്. അപ്പോൾ നമ്മൾ കുറേ പഠിച്ച് 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 ചിലപ്പോൾ നമ്മൾ അത് പോർഷൻ കഴിയാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെന്താണ്ടാവുന്നത്, നമ്മുടെ ബോഡി ടയേർഡാവും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫുൾ ടൈം പഠിത്തം തന്നെയാണ് എക്സാം ടൈമിലൊക്കെ അല്ലേ. അപ്പോൾ ഇടയിൽ ഒരു 5 മിനിറ്റ് റിലാക്സേഷൻ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ടൈംസ് ഫാസ്റ്ററായിട്ട് ലേൺ ചെയ്യാൻ പറ്റും എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഫുള്ള് റിലാക്സേഷന് പോയത്. അപ്പോൾ റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ചിലർ ഓടിപ്പോയി മൊബൈൽ എടുക്കും അല്ലേ. അപ്പോൾ മൊബൈലെടുത്ത് നോക്കണതല്ല റിലാക്സേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടേതായ രീതിയിൽ സ്ട്രെച്ചിങ് ചെയ്യുന്നതും നമ്മളുടെ കണ്ണിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മിക്കാനുള്ള ചില എളുപ്പവഴികളാണ്. അതിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക, രണ്ടാമത്തെ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. നമ്മൾ എന്ത് തിയറം പഠിക്കുന്നുവോ, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലൊരു പാഠം പഠിക്കുന്നുവോ, അതും അല്ലെങ്കിൽ നമ്മൾ സയൻസിലൊരു ലെസൺ പഠിക്കുന്നോ, എല്ലാം വിഷ്വലൈസേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് പഠിക്കാം. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ലേൺ ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഈ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എക്സാമിൻ്റെ തലേദിവസം ഷോർട്ട് നോട്ട്സും ലെക്ചർ നോട്ട്സും റിവിഷൻ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിതൊന്നും പഠിച്ചു കഴിഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ദർ ഇസ് എ ലൈറ്റ് ദാറ്റ് നെവർ ഗോസ് ഔട്ട് എന്ന് മനസ്സിലാലോചിക്കുക. ഞാൻ ഒരുവിധം എല്ലാം ലേൺ ചെയ്തിട്ടുണ്ട്, ഈ വർഷം മുഴുവനും പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്മാർട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്, പിന്നെ ലേണിംഗ് ടെക്നിക്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. സോ ഡോണ്ട് വറി. ഓർമ്മിക്കാൻ എളുപ്പമുള്ള കുറേ മാർഗങ്ങളുണ്ട്, പഠിക്കാൻ എളുപ്പമുള്ള വഴികളുണ്ട്. അതെല്ലാം തിരഞ്ഞെടുത്ത് പഠിക്കുന്ന സമയം യൂസ്ഫുള്ളായി പഠിക്കുക. കുറേ നേരം ഇരുന്ന് പഠിക്കുന്ന ആ ഒരു ഇഫക്റ്റ് ചിലപ്പോൾ നമുക്ക് 1 അവറിൽ തന്നെ തീർക്കാൻ പറ്റുമെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ആൻഡ് ബിലീവ് ദാറ്റ് യു ആർ സ്മാർട്ട്, യു ആർ ജീനിയസ്. നമ്മൾ കണ്ണടയിൽ നോക്കിയിട്ട് തന്നെ പറയാം, നമ്മൾ നമ്മളോട് തന്നെ പറയാം, ഐ ആം സ്മാർട്ട്, ഐ ആം ജീനിയസ്, ഐ ക്യാൻ ഡു ദിസ്. അങ്ങനെ കുറച്ച് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യം എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ഫോർ ദോസ് ഹു ആർ ലേണിംഗ് സീരിയസ്ലി. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.